നമസ്കാരം. ദൂരദർശൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ഷാൽമ. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാത്രി 8 മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ആരോഗ്യ പ്രവർത്തകർക്ക് പ്രധാനമന്ത്രിയുടെ അഭിനന്ദനം. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 181ആയി. രോഗവ്യാപനം തടയാൻ കർശന നിർദ്ദേശങ്ങളുമായി കേന്ദ്രം. സിബിഎസ്ഇ പരീക്ഷകൾ മാറ്റി. എസ്എസ്എൽസി, ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് മാറ്റമില്ല. തുടർച്ചയായി രണ്ടാം ദിവസവും കേരളത്തിൽ കോവിഡ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതീവ ജാഗ്രത തുടരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മതപരമായ ചടങ്ങുകളിൽ ആൾക്കൂട്ടം ഒഴിവാക്കണം. നിർഭയ കേസിൽ 4 കുറ്റവാളികളുടെ വധശിക്ഷ നടപ്പാക്കേണ്ടത് നാളെ പുലർച്ചെ 5:30-ന്. അവസാന നിയമപോരാട്ടവുമായി പ്രതികൾ. ഇന്ത്യൻ വ്യോമസേനയ്ക്കായി 83 തേജസ് യുദ്ധവിമാനങ്ങൾ HAL നിർമ്മിക്കും. കേന്ദ്ര പ്രതിരോധ സംഭരണ കൌൺസിൽ അനുമതി നൽകി. മധ്യപ്രദേശിൽ രാഷ്ട്രീയ പ്രതിസന്ധി തുടരുന്നു. വിശ്വാസവോട്ട് തേടുന്ന കാര്യത്തിൽ സുപ്രീം കോടതിയിൽ ഇന്നും വാദം തുടരും. കൊറോണയ്ക്കെതിരെ ജാഗ്രതയോടെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. രാത്രി 8-നാണ് പ്രധാനമന്ത്രി രാജ്യത്തോട് സംസാരിക്കുക. രാജ്യത്ത് കോവിഡ് വ്യാപിക്കുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി ഇന്നലെ ഉന്നതതല അവലോകന യോഗം ചേർന്നു. കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് രോഗം പടരുന്ന സാഹചര്യത്തിൽ നിരീക്ഷണ സംവിധാനം ശക്തമാക്കാൻ കേന്ദ്രം തീരുമാനിച്ചു. ഈ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത്. രാജ്യത്തെ ജനങ്ങൾക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും ഗവൺമെന്റ് നൽകുമെന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ചു. സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളിലുള്ളവർ ട്വിറ്ററിൽ പങ്കുവച്ച ആശങ്കകൾക്കും സംശയങ്ങൾക്കും മറുപടി നൽകുകയായിരുന്നു പ്രധാനമന്ത്രി. കോവിഡ്-19 നിയന്ത്രണ വിധേയമാക്കാൻ പ്രയത്നിക്കുന്ന എല്ലാവരെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. രാജ്യത്തെ ഗവേഷകരും സാങ്കേതിക വിദഗ്ധരും അവസരത്തിനൊത്തുണർന്ന് പ്രവർത്തിക്കാൻ അദ്ദേഹം അഭ്യർത്ഥിച്ചു. രാജ്യത്ത് 151 പേരിലാണ് ഇതുവരെ കോവിഡ്-19 സ്ഥിരീകരിച്ചത്. കോവിഡ്-19ന്റെ പശ്ചാത്തലത്തിൽ ആശുപത്രികളിൽ ആവശ്യമായ ടെസ്റ്റിംഗ് കിറ്റുകൾ, മരുന്നുകൾ, ഐസൊലേഷൻ വാർഡുകൾ എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷ് വർദ്ധൻ. ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. Specifically to ensure that everything, to be convinced myself also that everything is running smoothly, and you must have also observed how smoothly and how coolly the things are being maintained in the most professional, I would say meticulous manner. We are doing our utmost to ensure that in the most scientific and professional manner we take care of what is required to manage the situation arising out of the COVID-19 pandemic in the whole world. Thank you. ആരോഗ്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ, സഫ്ദർജംഗ്, RML, എയിംസ് തുടങ്ങിയ പ്രധാന ആശുപത്രികളുടെ ഡയറക്ടർമാർ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. രോഗവ്യാപനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, വിദേശ സ്ഥാനപതി കാര്യാലയങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരുമായി നിരന്തര സമ്പർക്കം പുലർത്താൻ ആവിഷ്കരിച്ചിട്ടുള്ള സംവിധാനങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു. സംസ്ഥാന ഗവൺമെന്റുകളുടെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളെ കേന്ദ്രമന്ത്രി പ്രശംസിച്ചു. ക്വാറന്റൈനിൽ കഴിയുന്നവർക്ക് ആവശ്യമായ സൌകര്യങ്ങൾ യഥാസമയം ഉറപ്പാക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കാനും ഹർഷ് വർദ്ധൻ നിർദ്ദേശം നൽകി. ഇറാനിലുള്ള 255 ഇന്ത്യക്കാർക്ക് കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി വിദേശകാര്യ മന്ത്രാലയം. UAEയിലുള്ള 12 ഇന്ത്യക്കാർക്കും ഇറ്റലിയിൽ 5 പേർക്കും ടെസ്റ്റ് ഫലം പോസിറ്റീവാണ്. കൂടാതെ ശ്രീലങ്ക, റുവാണ്ട, കുവൈറ്റ്, ഹോങ്കോങ് എന്നിവിടങ്ങളിൽ ഓരോ ഇന്ത്യക്കാർക്കും വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുള്ളതായി ലോക്സഭയിൽ എഴുതി നൽകിയ മറുപടിയിൽ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ അറിയിച്ചു. ചൈനയിലേക്ക് 15 ടൺ വൈദ്യസഹായം എത്തിച്ചു. 1 ലക്ഷം മാസ്കുകൾ, 5 ലക്ഷം സർജിക്കൽ കയ്യുറകൾ, 75 ഇൻഫ്യൂഷൻ പമ്പുകൾ, 4000 N95 മാസ്കുകൾ എന്നിവ ഉൾപ്പെടെയാണിത്. കോവിഡ്-19 ബാധയുടെ പശ്ചാത്തലത്തിൽ G20 രാജ്യതലവന്മാരുടെ സമ്മേളനം വീഡിയോ കോൺഫറൻസ് വഴി വിളിക്കാൻ സൌദി അറേബ്യ നിർദ്ദേശിച്ചു.
ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം സാർക്ക് യോഗം വീഡിയോ കോൺഫറൻസ് വഴി ചേർന്നതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് സൌദിയുടെ ഇടപെടൽ. നിലവിൽ G20 രാജ്യ കൂട്ടായ്മയുടെ അധ്യക്ഷ സ്ഥാനത്താണ് സൌദി അറേബ്യ. കൊറോണ വൈറസ് ബാധയുടെ മാനുഷിക, സാമ്പത്തിക ആഘാതങ്ങൾ വിലയിരുത്താനാണ് യോഗം വിളിക്കുന്നത്. G20 രാജ്യങ്ങളിലെ ധനകാര്യമന്ത്രിമാരും കേന്ദ്ര ബാങ്ക് ഗവർണർമാരും മുതിർന്ന ആരോഗ്യ, വ്യാപാര, വിദേശകാര്യ ഉദ്യോഗസ്ഥരും നിലവിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ വ്യക്തതയും ആക്കവും നൽകുന്നതിന് ഉതകുന്ന നയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യും. കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായി ഈ മാസം 31 വരെയുള്ള സ്കൂൾ സർവകലാശാല പരീക്ഷകൾ മാറ്റിവെക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശം നൽകി. CBSE പരീക്ഷകളും അടുത്ത മാസം 5 മുതലുള്ള JEE മെയിൻ പ്രവേശന പരീക്ഷയും മാറ്റാൻ നിർദ്ദേശം നൽകിയതായി മാനവ വിഭവശേഷി വകുപ്പ് സെക്രട്ടറി അമിത് ഖാരെ പറഞ്ഞു. They are rescheduled and postponed till 31st of this month. Similarly, the evaluation work is also postponed till 31st of this month because there are certain competitive exams like JEE mains where students have to travel to different centers, many a times outside their cities. Therefore, the JEE main exam will be held a little later. It was to be held from the first week of April. That new date for JEE exam will be announced on 31st March after assessing the situation. ICSE 10ാം ക്ലാസ്, ISE 12ാം ക്ലാസ് പരീക്ഷകൾക്ക് മാറ്റമില്ല. അതേസമയം കേരളത്തിൽ ഇന്നത്തെ SSLC, ഹയർ സെക്കൻഡറി, VHSE പരീക്ഷകൾക്ക് മാറ്റമില്ലെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചു. തുടർച്ചയായ 2ാം ദിവസവും കേരളത്തിൽ COVID-19 രോഗബാധയില്ല. രോഗവ്യാപനം നിയന്ത്രണ വിധേയമാണെങ്കിലും ഏത് സാഹചര്യവും നേരിടാനുള്ള അതീവ ജാഗ്രത തുടരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജാഗ്രത ഒരു രീതിയിലും കൈവിടാൻ പാടില്ല എന്ന് തന്നെയാണ് ഇത് കാണിക്കുന്നത്. നമുക്ക് ഇന്നലത്തെ അവസ്ഥ തന്നെയാണ്. ഇന്നും പുതുതായി രോഗമൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. അപ്പോൾ ആർക്കും രോഗബാധ സ്ഥിരീകരിച്ചതായ റിപ്പോർട്ട് ഇന്നില്ല. നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകരുന്നതാണ് സുപ്രീം കോടതിയും ഹൈക്കോടതിയും മറ്റും നമ്മുടെ പ്രവർത്തനത്തിൽ സംതൃപ്തി രേഖപ്പെടുത്തിയ നില. അത് നമ്മുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ നല്ല നിലയിൽ നടത്തുന്നതിന് ഇടയാക്കുക തന്നെയാണ് ചെയ്യുന്നത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തം കൂടുതൽ സജീവമാക്കുന്നതിന് ജനപ്രതിനിധികളുമായി വ്യാഴാഴ്ച പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യത്തിൽ വിക്ടർ ചാനൽ വഴി സംസാരിക്കും. എല്ലാ ജില്ലയിലും കോവിഡ് കെയർ സെന്ററുകൾ ആരംഭിക്കും. കേരളത്തിൽ 25,603 പേർ നിരീക്ഷണത്തിലാണ്. ഇതിൽ 25,366 പേർ വീടുകളിലും 237 പേർ ആശുപത്രിയിലുമാണ്. ബുധനാഴ്ച പുതുതായി 57 പേർ ആശുപത്രിയിലായി. 7,861 പേരാണ് പുതുതായി നിരീക്ഷണത്തിലായത്. 4,622 പേർക്ക് രോഗബാധയില്ലെന്ന് ഉറപ്പാക്കിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. COVID-19 സാഹചര്യത്തിൽ മതപരമായ ചടങ്ങുകളിലും പ്രാർത്ഥനകളിലും ആൾക്കൂട്ടം ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സാമുദായിക നേതാക്കളോട് അഭ്യർത്ഥിച്ചു. ജില്ലാ കളക്ടർമാരുടെ സാന്നിധ്യത്തിൽ 14 ജില്ലയിലും മതനേതാക്കളുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വലിയ ആൾക്കൂട്ടം ഒഴിവാക്കുന്നതിന് മതനേതാക്കൾ നടത്തിയ ഇടപെടലുകൾക്ക് ഫലമുണ്ടായിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പള്ളികളിൽ ആൾക്കൂട്ടം ഒഴിവാക്കാൻ KCBC സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. കോഴിക്കോട് പട്ടാളപ്പള്ളിയിൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ജുമുഅ നിസ്കാരം ഉണ്ടാകില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏറെ ആളുകൾ കൂടുന്ന കൊടുങ്ങല്ലൂർ ഭരണി ചടങ്ങ് മാത്രമായി പരിമിതപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിവിധ ആരാധനാലയങ്ങളുടെ വ്യത്യസ്തങ്ങളായ ഒട്ടേറെ പരിപാടികൾ, ഇതിലൊക്കെ വലിയ ആൾക്കൂട്ടമാണ് നമ്മുടെ നാട്ടിലുണ്ടാവുക. അത് ഇന്നത്തെ സാഹചര്യത്തിൽ വലിയ പ്രയാസമുണ്ടാക്കുന്നത്. ആളുകൾ കൂടിച്ചേരുന്നത് ഒഴിവാക്കണം. ഇതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അത് തന്നെ ഈ നേതാക്കളുമായി ചർച്ച ചെയ്യുകയുണ്ടായി. ഗവൺമെന്റ് എടുക്കുന്ന എല്ലാ മുൻകരുതൽ നടപടികളുമായും പൂർണ്ണമായി സഹകരിക്കുമെന്ന് മതനേതാക്കൾ മുഖ്യമന്ത്രിക്ക് ഉറപ്പ് നൽകി. വീഡിയോ കോൺഫറൻസിംഗിൽ മന്ത്രിമാരായ ഇ. ചന്ദ്രശേഖരൻ, KT ജലീൽ എന്നിവരും പങ്കെടുത്തു.
കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ ബാങ്ക് വായ്പാ തിരിച്ചടവ് കാലാവധി 1 വർഷം നീട്ടാൻ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി റിസർവ് ബാങ്കിന്റെ അനുമതി തേടി. സാധനങ്ങൾ വാങ്ങാൻ 25,000 രൂപ വരെ ഉപഭോക്തൃ വായ്പ നൽകുന്ന പദ്ധതിയും നടപ്പാക്കും. 3 മാസത്തേക്ക് എല്ലാ ജപ്തി നടപടികളും നിർത്തും. ബുധനാഴ്ച ചേർന്ന ബാങ്കേഴ്സ് ഉപസമിതിയാണ് ഈ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ചൊവ്വാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച ബാങ്കേഴ്സ് സമിതി പ്രതിനിധികളുടെ യോഗത്തിലാണ് ഈ നിർദ്ദേശങ്ങൾ ഉയർന്നത്. എല്ലാ വായ്പകളും തിരിച്ചടയ്ക്കാൻ 1 വർഷത്തെ ഇടവേള അനുവദിക്കണമെന്നാണ് ശുപാർശ. ജനുവരി 31-ന് തിരിച്ചടവ് കൃത്യമായിരുന്ന വായ്പകൾക്ക് ആനുകൂല്യം ലഭിക്കും. കോവിഡ്-19 പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് അവധിയിലുള്ള ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ അടിയന്തരമായി ജോലിയിൽ പ്രവേശിക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. വ്യക്തമായ കാരണങ്ങളില്ലാത്തവരെല്ലാം ഉടൻ തന്നെ ജോലിയിൽ പ്രവേശിക്കണം. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വൈകുന്നേരം 6 മണിവരെ പ്രവർത്തിക്കാനും നിർദ്ദേശം നൽകി. കൂടുതൽ ഡോക്ടർമാരെ താൽക്കാലികമായി നിയമിക്കും. കേരളം ഒന്നടങ്കം കോവിഡ്-19-നെതിരെ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഈ അവസരത്തിൽ എല്ലാ ആരോഗ്യ പ്രവർത്തകരുടെയും കൂട്ടായ പ്രവർത്തനമാണ് ആവശ്യമെന്നും മന്ത്രി വ്യക്തമാക്കി. കോവിഡ്-19 പശ്ചാത്തലത്തിൽ മലപ്പുറത്ത് ജാഗ്രത ശക്തമാക്കി. കരിപ്പൂർ വിമാനത്താവളത്തിലും ജില്ലയിലെ റെയിൽവേ സ്റ്റേഷനുകളിലും പ്രതിരോധ നടപടികൾ ശക്തമായി നടപ്പാക്കുന്നുണ്ട്. രോഗം ബാധിച്ച 3 പേരുടെ നില തൃപ്തികരമാണ്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് ബാബു ചേരുന്നു. സുരേഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? മലപ്പുറം ജില്ലയിൽ കോവിഡ്-19 സ്ഥിരീകരിച്ചവരുമായി സമ്പർക്കത്തിലേർപ്പെട്ടവരെ കണ്ടെത്തി പ്രത്യേക നിരീക്ഷണം ഉറപ്പാക്കുന്ന നടപടികൾ അതിവേഗം പുരോഗമിക്കുകയാണ്. 3137 പേർക്കാണ് ഇത്തരത്തിൽ നിരീക്ഷണം ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് ജില്ലാ കളക്ടർ ജാഫർ മാലിക് അറിയിച്ചു. വണ്ടൂർ വാണിയമ്പലം സ്വദേശിനിയുമായി നേരിട്ട് സമ്പർക്കം പുലർത്തിയ 20 പേരും അരീക്കോട് ചമ്രക്കൊട്ടൂർ സ്വദേശിയുമായി നേരിട്ട് സമ്പർക്കമുണ്ടായ 121 പേരും പ്രത്യേക നിരീക്ഷണത്തിലാണ്. നേരിട്ട് സമ്പർക്കം പുലർത്തിയവരുമായി ഇടപഴകിയ 2816 പേർക്കും വീടുകളിൽ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലയിൽ നിന്ന് പരിശോധനയ്ക്ക് അയച്ച 241 സാമ്പിളുകളിൽ 218 പേരുടെ ഫലം ലഭിച്ചതിൽ 2 പേർക്ക് മാത്രമാണ് ഇതുവരെ വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന ഈ 2 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ജില്ലാതല മുഖ്യ സമിതി അവലോകന യോഗത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സക്കീന വ്യക്തമാക്കി. 3875 പേരാണ് ഇപ്പോൾ കോവിഡുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ നിരീക്ഷണത്തിലുള്ളത്. കോവിഡ് ഭീതിയുടെ നിഴലിൽ വയനാട് ജില്ലയ്ക്ക് ആശ്വാസമാകാൻ മാസ്ക് നിർമ്മാണവുമായി വയനാട് ജില്ലയിലെ നടവയലിലുള്ള ആദിവാസി കുടുംബശ്രീ കൂട്ടായ്മ. വയനാട് ജില്ലയിലെ മാസ്ക് ക്ഷാമം പരിഹരിക്കുവാനും കൊള്ളവില തടയുന്നതിനും നടവയലിലെ ആദിവാസി കൂട്ടായ്മ തുണി മാസ്കുകളാണ് ജില്ലയിൽ നിർമ്മിക്കുന്നത്. കുടുംബശ്രീ ട്രെയിനി ആയ ലീല സഞ്ജയുടെ നേതൃത്വത്തിലാണ് ഈ വനിതകളുടെ തയ്യൽ യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. ഒരു ദിവസം 1000-ന്റെ പുറം മാസ്ക് തയ്ച്ച് നമ്മൾ വിപണനത്തിന് കൊടുക്കുന്നുണ്ട്. അത് തികച്ചും സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. എന്താ വെച്ചാൽ ഒരു ദിവസം 400 രൂപ കൂലി ഇവർക്ക് പുറത്തു പോയാലും ഇവിടെ പണിയെടുക്കുമ്പോഴും ഇവർക്ക് കിട്ടുന്നുണ്ട്. ആ പണിയും കൂലിയും തിരക്കും മാറ്റി വെച്ചിട്ടാണ് ഇതിനായിട്ട് ഇവർ സമയം കണ്ടെത്തുന്നത്. ഇതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും കുടുംബശ്രീ മിഷനാണ് ചെയ്തിരുന്നത്. കുടുംബശ്രീ മിഷന്റെ സഹായ സഹകരണങ്ങളോട് കൂടിയാണ് ഇത് ഇത്ര വൃത്തിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. മറ്റു തൊഴിലുകൾ എല്ലാം നിർത്തിവെച്ച് ഊരാളിപ്പാടി കോളനിയിലെ 21 വീട്ടമ്മമാരുടെ കൈകൾ ചലിക്കുന്നത് അനേകം പേരുടെ സുരക്ഷയ്ക്കായാണ്. ദിവസവും 1000-ലധികം തുണി കൊണ്ടുള്ള മാസ്കുകളാണ് ഇവിടെ നിർമ്മിക്കുന്നത്. തുണി കൊണ്ടുള്ള മാസ്ക് ആയതിനാൽ കഴുകി വൃത്തിയാക്കി ഇവ വീണ്ടും ഉപയോഗിക്കാനാവും. സംസ്ഥാനത്ത് കോവിഡ്-19 വ്യാപിച്ചതോടെ അവശ്യവസ്തുക്കളുടെ പട്ടികയിൽ പെടുത്തിയെങ്കിലും പലയിടത്തും മാസ്ക് കിട്ടാത്ത സാഹചര്യത്തിൽ ആണ് ഈ വനിതാ കൂട്ടായ്മ സാമൂഹ്യ സേവനവുമായി മുമ്പോട്ട് ഇറങ്ങിയത്. ഇപ്പോൾ 400 രൂപ ഞങ്ങൾക്ക് കൂലിയുണ്ട്. അതൊക്കെ മാറ്റി വെച്ചിട്ട് ഈ കൊറോണ എന്ന രോഗം ബാധിച്ചുകൊണ്ട് ഞങ്ങൾ മാസ്ക് എന്ന് പറഞ്ഞ സാധനങ്ങൾ സേവനമായിട്ട് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഈ ആരോഗ്യരംഗത്ത് ഇവരുടെ ഒരു സംഭാവന എന്നുള്ള നിലയിൽ കൊറോണയെ പ്രതിരോധിക്കുന്നതിനായിട്ട് അതിനുള്ള മാസ്കുകൾ നിർമ്മിക്കുന്ന പരിപാടി ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തികച്ചും സൗജന്യമായിട്ടാണ്. വയനാട് ജില്ലയിലെ കുടുംബശ്രീ മിഷനും ട്രൈബൽ ഡിപ്പാർട്ട്മെന്റുമാണ് മാസ്ക് നിർമ്മാണത്തിനുള്ള പരിശീലനവും സഹായവും നൽകിയത്. ക്യാമറമാൻ സന്തോഷിനോടൊപ്പം OP കുര്യാക്കോസ്, ദൂരദർശൻ ന്യൂസ്, വയനാട്. കൊറോണ വൈറസ് ബാധ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. വൈറസ് ബാധ സ്റ്റേജ് 3 അഥവാ സാമൂഹ്യവ്യാപനം എന്ന സ്റ്റേജിലേക്ക് എത്തുന്നത് തടയണമെങ്കിൽ
സമൂഹത്തിൽ കൂട്ടം കൂടലും സ്വയം വീടുകളിലേക്ക് ഒതുങ്ങലും പ്രാവർത്തികമാക്കുകയേ തരമുള്ളൂവെന്ന് മാർഗനിർദ്ദേശങ്ങളിലുണ്ട്. ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്, അതനുസരിച്ചിട്ടുള്ള ഒരുക്കങ്ങൾ കൂടി നമ്മൾ നടത്തേണ്ടതുണ്ട്. അതിന് എല്ലാവരുടെയും ഒരിക്കൽ കൂടി ഒരു ബോധവൽക്കരണത്തിനും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിനും കൂടി ഒരു അഭ്യർത്ഥന കൂടിയായി ആരോഗ്യ പ്രവർത്തക നിലയ്ക്കും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വലിയ ഒരു മുന്നൊരുക്കമാണ് ഇതിനുവേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അഖിലേന്ത്യാ തലത്തിലും സംസ്ഥാനത്തും അതുപോലെ തന്നെ എല്ലാ ജില്ലാ തലത്തിലും ബ്രാഞ്ച് തലത്തിലും ഉൾപ്പെടെ നമ്മൾ എല്ലാ രീതിയിലും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാ മുൻകരുതലോടും ഒരുമിച്ച് തോളോട് തോൾ നിന്നുകൊണ്ട് കൂടുതൽ ശക്തിപ്പെടുത്താനും ഡോക്ടർമാരെ ഉൾപ്പെടെ ബോധവൽക്കരിച്ചുകൊണ്ടും പുതിയ ആരോഗ്യ പ്രവർത്തകരെ ബോധവൽക്കരിച്ചുകൊണ്ടും വലിയൊരു ടാസ്ക് ഫോഴ്സായിട്ട് ഒരു കർമ്മ സേനയായിട്ടാണ് മുന്നോട്ട് വരുന്നുള്ള ഒരു ഒരുക്കങ്ങൾ നടത്തുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തി വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരികയാണെങ്കിൽ ഇനിയിപ്പോൾ എല്ലാം മിക്കവാറും ഫ്ലൈറ്റ് ക്യാൻസൽ അധികം വരാൻ സാധ്യതയില്ല. വരികയാണെങ്കിൽ അവർ സെൽഫ് ഐസൊലേഷനിലേക്ക് പോവുകയും പരിശോധനയ്ക്ക് വിധേയമാവുകയും തുടർ നിരീക്ഷണ വിധേയം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും നമ്മുടെ ഹാൻഡ് ഹൈജീനും അതുപോലെ തന്നെ ഈ ചുമ ആളുകൾ തൂവാല കൊണ്ട് മറയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ ഒരു പ്രചരണം നിങ്ങൾ നടത്തണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. സംസ്ഥാനത്ത് കൊറോണ ബാധയുടെ പശ്ചാത്തലത്തിൽ വിനോദസഞ്ചാര മേഖലയിൽ കർശന സുരക്ഷാ നിർദ്ദേശങ്ങളാണ് ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. ലോകമെമ്പാടും 165 രാജ്യങ്ങളിലായി രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കനത്ത ജാഗ്രതയാണ് ഗവൺമെന്റ് പുലർത്തുന്നത്. റിപ്പോർട്ട്. സംസ്ഥാനത്ത് 6000-ഓളം വിദേശ വിനോദസഞ്ചാരികൾ റിസോർട്ടുകളിലും ഹോട്ടലുകളിലുമായി താമസിക്കുന്നുണ്ട്. കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചവരിൽ 2 പേർ മാത്രമാണ് വിദേശികളെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് ഏതാണ്ട് 21 കൊറോണ ബാധയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നമ്മൾ കാണേണ്ടത് അതിൽ കേവലം 2 എണ്ണം മാത്രമാണ് വിദേശികളുടേതുള്ളത്. ബാക്കി 19 എണ്ണവും മലയാളികളുടേതാണ്. ഗതാഗത രംഗത്ത് വന്നിട്ടുള്ള നിയന്ത്രണങ്ങളും സാമ്പത്തിക മേഖലയെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കോവിഡിന്റെ ഒരു പ്രശ്നം എല്ലാ മേഖലകളെയും സാരമായി ബാധിച്ചു എന്നുള്ളതാണ്. അതിൽ ടൂറിസം മേഖലയാണ് ഏറ്റവും അധികം പ്രയാസപ്പെടുന്നത്. ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ ഇവയെല്ലാം പിടിച്ചു നിൽക്കാൻ പാടുപെടുകയാണ്. ഒരുപാട് പേർക്ക് തൊഴിലെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു വരുന്നുണ്ട്. വിവിധയിടങ്ങളിൽ താമസ സൌകര്യമോ ഭക്ഷണമോ കിട്ടാതെ ബുദ്ധിമുട്ടുന്ന വിദേശ വിനോദസഞ്ചാരികൾക്ക് സഹായം നൽകാൻ സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. താമസ സൌകര്യം കിട്ടാതെ വലയുന്ന വിദേശികൾക്ക് അവശ്യ സേവനങ്ങൾ ലഭ്യമാക്കുമെന്ന് എഡിജിപി മനോജ് എബ്രഹാം ദൂരദർശൻ വാർത്തകളോട് പറഞ്ഞു. എയർപോർട്ടിലോ റെയിൽവേ സ്റ്റേഷനിലോ ഫോറിനേഴ്സ് വരുമ്പോൾ തന്നെ അവർക്ക് വേണ്ടവിധ സഹായവും വേണ്ടവിധ ഡയറക്ഷൻസും കൊടുക്കാനുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുക. അതല്ലാതെ എവിടെയും ഒരു അക്കോമഡേഷൻ കിട്ടാത്ത പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അവിടുത്തെ ടൂറിസം ഒരു ഹെൽപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട്. അവരായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് സ്റ്റേ അറേഞ്ച്മെന്റ്സ് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. സംസ്ഥാനത്ത് തങ്ങുന്ന വിദേശികളിൽ പലരും തങ്ങളുടെ രാജ്യങ്ങളിലേക്ക് മടങ്ങാൻ സംസ്ഥാന ഗവൺമെന്റിനോട് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ വിമാനങ്ങളിലെ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സംസ്ഥാന ആരോഗ്യവകുപ്പ് പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഇതനുസരിച്ച് വിദേശ വിനോദസഞ്ചാരികൾ അതത് ജില്ലകളിലെ COVID-19 സെല്ലുമായി ബന്ധപ്പെടണം. ന്യൂസ് ഡെസ്ക് ദൂരദർശൻ. കൊറോണ വൈറസ് ബാധിച്ച് ലോകത്ത് മരിച്ചവരുടെ എണ്ണം 8,900 കവിഞ്ഞു. വൈറസ് ബാധിതരുടെ എണ്ണം 2,18,768 ഇറ്റലിയിൽ ഇന്നലെ മാത്രം 475 പേർ മരിച്ചു. ഇതോടെ ഇറ്റലിയിൽ COVID-19 ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 2,900 കവിഞ്ഞു. ഇറാനിൽ മരണസംഖ്യ 1,235 സ്പെയിനിൽ ഇന്നലെ 105 പേർ മരിച്ചു. സിംഗപ്പൂരിൽ പുതിയ 47 കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു. ചൈനയിൽ പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നേപ്പാൾ, യൂറോപ്പ്, പശ്ചിമേഷ്യ, ഗൾഫ് എന്നിവിടങ്ങളിലുള്ള ജനങ്ങൾക്ക് രാജ്യത്ത് വിലക്ക് ഏർപ്പെടുത്തി. അതിനിടെ ബംഗ്ലാദേശിൽ ആദ്യ COVID-19 കേസ് റിപ്പോർട്ട് ചെയ്തു. COVID-19 എന്ന മനുഷ്യരാശിയുടെ പൊതുശത്രുവിനെ ഒരുമിച്ച് പോരാടണമെന്ന് ലോകാരോഗ്യ സംഘടനാ തലവൻ ട്രെഡോസ് അഥനോം ഗബ്രിയേസിസ് പറഞ്ഞു. We cannot take this number as the amount of or the number of cases we have in Africa. Probably we have undetected cases or unreported cases. But in addition to that, even if we take these 233 cases are true, we have to prepare for the worst. In other countries, we have seen how the virus actually accelerates after a certain tipping point.
So the best advice for Africa is to prepare for the worst and prepare today. It's actually better, if these numbers are really true, to cut it from the bud. And that's why we're saying we have to do the testing, we have to do the contact tracing, we have to do the isolation, and cut it from the bud. ഏഷ്യയിലേക്കാൾ മരണം യൂറോപ്പിൽ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ലോകം കൂടുതൽ ജാഗരൂകരാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. കോവിഡ്-19 വ്യാപനത്തിന് പിന്നാലെ ലോകത്ത് 25 ദശലക്ഷം പേർക്ക് തൊഴിൽ നഷ്ടപ്പെടുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ തൊഴിൽ സംഘടന പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ത്യൻ വ്യോമസേനയ്ക്കായി 83 തേജസ് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാൻ കേന്ദ്ര പ്രതിരോധ സംഭരണ കൌൺസിലിന്റെ പച്ചക്കൊടി. ഇന്നലെ ചേർന്ന പ്രതിരോധ സംഭരണ കൌൺസിലാണ് ഇതിന് അംഗീകാരം നൽകിയത്. പ്രതിരോധ ഗവേഷക വികസന സംഘടന DRDOയുടെ കീഴിലുള്ള എയർക്രാഫ്റ്റ് ഡെവലപ്മെന്റ് ഏജൻസിയാണ് ഇവ രൂപകൽപ്പന ചെയ്യുക. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിക്കും. പ്രതിരോധ സംഭരണ കൌൺസിലിന്റെ അനുമതി ലഭിച്ചതോടെ ഇക്കാര്യം ഇപ്പോൾ രാജ്യരക്ഷയ്ക്കായുള്ള കേന്ദ്രമന്ത്രി സമിതിയുടെ പരിഗണനയിലാണ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് വൻകുതിപ്പ് നൽകുന്നതാണ് തീരുമാനം. മധ്യപ്രദേശിലെ വിശ്വാസ വോട്ടെടുപ്പ് സംബന്ധിച്ച ഹർജിയിൽ സുപ്രീംകോടതിയുടെ വാദം കേൾക്കൽ ഇന്നും തുടരും. രാജിവെച്ച MLA-മാരുടെ കാര്യത്തിൽ സ്പീക്കറുടെ തീരുമാനം വൈകുന്നത് എന്തുകൊണ്ടാണെന്ന് ഇന്നലെ വാദത്തിനിടെ കോടതി ആരാഞ്ഞു. വിശ്വാസ വോട്ട് ഉടൻ നടത്താൻ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് BJP നേതാവ് ശിവരാജ് സിംഗ് ചൌഹാനാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. ഭരണപക്ഷത്തെ 22 MLA-മാർ രാജിവെച്ചതോടെയാണ് മധ്യപ്രദേശ് ഗവൺമെന്റ് പ്രതിസന്ധിയിലായത്. മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ നേതൃത്വത്തിലുള്ള BJP നേതാക്കൾ ഗവർണർ ലാൽജി ടണ്ടനുമായി കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് ഗവൺമെന്റ് ഭരണഘടനാ സ്ഥാനങ്ങളിലേക്ക് നടത്തിയ നിയമനങ്ങൾ റദ്ദാക്കണമെന്ന് സംഘം ഗവർണറോട് ആവശ്യപ്പെട്ടു. നിർഭയ കേസിലെ കുറ്റവാളികളുടെ വധശിക്ഷ നടപ്പാക്കാനുള്ള അവസാന ഒരുക്കങ്ങൾ തിഹാർ ജയിലിൽ നടക്കുന്നു. കോടതി വിധി പ്രകാരം നാളെ രാവിലെ 5:30-നാണ് വധശിക്ഷ നടപ്പാക്കേണ്ടത്. 4 കുറ്റവാളികളെയും ഒരേ സമയം തൂക്കിലേറ്റാനാണ് വിധി. പുതിയ ഹർജികളുമായി കുറ്റവാളികൾ വീണ്ടും കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഹർജികൾ തീർപ്പുണ്ടാകാത്തതിനാൽ ശിക്ഷ നടപ്പാക്കരുതെന്നാണ് ആവശ്യം. ഹർജികൾ ഇന്ന് പരിഗണിക്കും. ഹർജികളിൽ ഇന്ന് തീർപ്പുണ്ടായാൽ മാത്രമേ നാളെ ശിക്ഷ നടപ്പാക്കാനാകൂ. 2012 ഡിസംബർ 16 ഡൽഹിയിൽ പാരാമെഡിക്കൽ വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊന്ന കേസിലാണ് വധശിക്ഷ നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. ഭരണഘടനയുടെ അനുച്ഛേദം 370 റദ്ദാക്കിയ ശേഷം ജമ്മുകശ്മീർ മേഖല ഏറെ മാറിയതായി കേന്ദ്ര സഹമന്ത്രിയും ജമ്മുവിൽ നിന്നുള്ള MP-യുമായ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ജമ്മുകശ്മീർ ധനവിനിയോഗ ബില്ലിനെക്കുറിച്ചുള്ള ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. I don't wish to contradict, but the matter of fact is that if at all internet was totally suspended, it was in a very small pocket. It was not internet, it was mobile internet, mobile network. In English language, no two words have same meaning. Well, there are worthies who know more, who are well versed in English language more than me. Disclosing does not mean revealing. Revealing does not mean unclothing. Two words may sound similar, but they are not similar. कितनी आसानी से कहते हैं अरे साहब नेटवर्क बंद है, नेटवर्क बंद है, नेटवर्क तो एक हवा चल पड़ी और उसके ऊपर रोज रात को डिबेट भी होती रही विदाउट चेकिंग ऑन फैक्ट्स. Even in the worst of times, beginning from August till recently, अब तो मोबाइल नेटवर्क भी बहुत सारे क्षेत्रों में खुल चुका है. Broadband was working. ലാൻഡ്ലൈൻ നെറ്റ്വർക്ക് വാസ് വർക്കിംഗ്. എന്നാൽ ബ്രോഡ്ബാൻഡും ലാൻഡ്ലൈൻ സേവനങ്ങളും ലഭ്യമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പ്രത്യേക അധികാരം റദ്ദാക്കിയതോടെ ജമ്മുകശ്മീരിൽ കാര്യങ്ങൾ കൂടുതൽ സുതാര്യമായെന്നും കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. BSNL പുനരുജ്ജീവിപ്പിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ്. സ്വയം വിരമിക്കൽ തിരഞ്ഞെടുത്ത ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ ഗവൺമെന്റ് രൂപം നൽകിയിട്ടുള്ള പദ്ധതി പ്രകാരം വിതരണം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. Should be appreciated in the House. Now, sir, regarding the other part of it, sir, we have paid them the salary till January. February, we are going to pay it very shortly, sir. Regarding contract worker, I do acknowledge with you that the payment has to be met. But we'll have to calibrate it. Contract workers are not our workers. They have been employed by the contractors. Therefore, many payments have been due to the contractors. താൽക്കാലിക ജീവനക്കാരുടെ വേതന പ്രശ്നങ്ങൾ പരിഹരിക്കാനായി കോൺട്രാക്ടർമാരുടെ കുടിശ്ശിക തുകകൾ എത്രയും വേഗം നൽകുമെന്നും മന്ത്രി അറിയിച്ചു.
ബ്രേക്ക് ദ ചെയിൻ കൊറോണ പ്രതിരോധത്തിന്റെ ഭാഗമായ കേരള പോലീസ് നവമാധ്യമങ്ങളിലൂടെ പുറത്തിറക്കിയ വീഡിയോ വൈറലായി. ചൊവ്വാഴ്ച രാത്രി 7:30 നവമാധ്യമങ്ങളിൽ വന്ന ഈ വീഡിയോ ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത്. ആലപ്പുഴയിൽ നിന്നും രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഒരു 10 സെക്കൻഡുള്ള ട്രോളാണെങ്കിൽ പോലും നമ്മൾ കൊറോണയ്ക്കെതിരെ നല്ല ഒരു ബോധവൽക്കരണ രീതിയിലാണ് പോലീസുകാരെ ചെയ്തിരിക്കുന്നത്. ആ നല്ല ഹിറ്റ് പാട്ടും ആണ് അവരത് കൈകഴുകുന്ന രീതി കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. നല്ല സ്റ്റെപ്പ് ഇട്ട് സുഖമായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതി ചെയ്തിട്ടുണ്ട്. ആരായാലും ഏത് ജനറേഷനിലെ ആൾക്കാരായാലും ശരി അത് ഫുള്ളിരുന്ന് കണ്ട് നല്ലപോലെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു വീഡിയോ ആണ് നമ്മുടെ പോലീസ് ചെയ്തിരിക്കുന്നത്. ട്രോളാണ്, പക്ഷേ ട്രോൾ അല്ലത്, ആ രീതിക്കുള്ള സാധനമാണ്. സൂപ്പർ കിടുക്കി. COVID-19 സംബന്ധിച്ച് അയ്യപ്പനും കോശിയിലെ ഗാനം കേരള പോലീസ് നന്നായിട്ട് ചുവട് വെച്ച് ഡാൻസ് കളിച്ചിട്ടുണ്ട്. നല്ലൊരു ഗാനമാണ്. ഇത് കൈകൾ വൃത്തിയാക്കിക്കൊണ്ടുള്ള നല്ലൊരു ഇതാണ് ഇറക്കിയേക്കുന്നത്. മാസ്ക് ഒക്കെ വെച്ച് കുഴപ്പമില്ല. ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അതിനകത്ത്. ഞാൻ നമ്മുടെ നവമാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് കൊറോണ ബോധവൽക്കരണം. ഇതിൽ സംസ്ഥാന പോലീസിന്റെ പങ്കും വൈറലാവുകയാണ്. ക്യാമറാമാൻ M. അജേഷ് കുമാറിനൊപ്പം R. രവികുമാർ, ദൂരോഷ് ന്യൂസ്, ആലപ്പുഴ. കൊറോണ വ്യാപനം ചെറുക്കാൻ കേരള ഗവൺമെന്റ് ആരംഭിച്ച ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിന് പിന്തുണയുമായി പ്രമുഖ ചലച്ചിത്ര താരങ്ങൾ രംഗത്ത് വന്നു. കൈകൾ അണുവിമുക്തമാക്കി വൈറസ് വ്യാപനം ചെറുക്കാൻ താരങ്ങൾ അഭ്യർത്ഥിച്ചു. മഞ്ജു വാര്യർ, ഐശ്വര്യലക്ഷ്മി, സുരഭിലക്ഷ്മി, മിയ എന്നിവരാണ് പ്രചാരണത്തിന് പിന്തുണയുമായി വീഡിയോ സന്ദേശം പങ്കുവച്ചത്. താരങ്ങളായ ജയറാം, കുഞ്ചാക്കോ ബോബൻ, ജയസൂര്യ, സുരാജ് വെഞ്ഞാറമൂട്, ദുൽഖർ സൽമാൻ, ടോവിനോ തോമസ്, അജു വർഗീസ്, ഉണ്ണിമുകുന്ദൻ, ഗിന്നസ് പക്രു തുടങ്ങിയവരും പ്രചാരണത്തിന് പിന്തുണ അറിയിച്ച് വീഡിയോ സന്ദേശമിറക്കി. പോയി തിരിച്ചു വന്നാൽ ഉടനെ തന്നെ അതൊരു പൊതുസ്ഥലമായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പൊതു ഗതാഗതം ഉപയോഗിച്ചതിന് ശേഷമായിക്കോട്ടെ, അല്ലെങ്കിൽ ജനങ്ങൾ ഒത്തുകൂടുന്ന ഏതൊരു സ്ഥലമായിക്കോട്ടെ, പുറത്തു പോയിട്ട് തിരിച്ചു വന്നാൽ ഉടനെ തന്നെ കൈകൾ 20 സെക്കൻഡോളം സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകി വൃത്തിയാക്കണം. അല്ലെങ്കിൽ ആൽക്കഹോളുള്ള ഒരു ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിച്ച് വൃത്തിയായി റബ്ബ് ചെയ്ത് കൈകൾ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ മറ്റേതൊരു കാര്യവും ചെയ്യാവൂ. ഇത് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു വൈറസിനെ ചെറുത്ത് നിൽക്കാൻ നമ്മളാലാവും വിധം എങ്ങനെ പറ്റും എന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇതിന്റെ ഒരു കണ്ണിയാവാതെ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ചുറ്റുമുള്ളവരെയും സംരക്ഷിക്കാൻ കൂടി നമുക്ക് ശ്രമിക്കാം. വെരി ഇമ്പോർട്ടന്റ് തിങ്, കൊറോണ വൈറസ് ബാധിച്ച കുടുംബങ്ങളെ അല്ലെങ്കിൽ അതിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ആ ഇൻഫെക്റ്റഡ് പേഴ്സണിനോട് ഈ ഓൺലൈനിലും അല്ലെങ്കിൽ പേഴ്സണലി ഒരു ഹേറ്റഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കാതിരിക്കുക. പൊതുഗതാഗത സംവിധാനങ്ങളിലെ യാത്ര, ഓഫീസുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങി മനുഷ്യർ തടിച്ചുകൂടുന്ന മറ്റ് സ്ഥലങ്ങൾ, ഇവിടെ നിന്നൊക്കെയാണ് ഇത് നമ്മളിലേക്ക് പകരാനുള്ള ഒരു സാധ്യത. കൈകൾ വൃത്തിയായും ശുചിയായും വയ്ക്കുക എന്നതാണ് ഇതിനുള്ള പ്രതിവിധി. പ്രധാനമായിട്ടും ഇത് പടരുന്നത് പ്രതലങ്ങളിലൂടെയാണ് എന്നുള്ളതുകൊണ്ട് നമ്മൾ നമ്മുടെ കൈകൾ വൃത്തിയായി സൂക്ഷിക്കണം. 20 സെക്കൻഡിലധികം സമയമെടുത്ത് കൈകൾ സോപ്പിട്ട് കഴുകുകയോ അല്ലെങ്കിൽ ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള ഒരു സാനിറ്റൈസർ ഉപയോഗിച്ച് കൈകൾ വൃത്തിയാക്കുകയോ വേണം. അതുവഴി നമുക്കിതിനെ പ്രതിരോധിക്കാൻ സാധിക്കും. ഇതിനേക്കാൾ വലിയ പല പ്രശ്നങ്ങൾ വന്നപ്പോഴും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് നമുക്ക് വേണ്ടിയും നമുക്ക് ചുറ്റുള്ളവർക്ക് വേണ്ടിയും പ്രവർത്തിച്ചതാണ്. കൊറോണ വൈറസ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പത്തനംതിട്ട ജില്ലാ ഭരണകൂടത്തിനും സംസ്ഥാന ഗവൺമെന്റിനും മാർത്തോമാ സഭ വലിയ മെത്രാപ്പോലീത്ത ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രാപ്പോലീത്ത അഭിനന്ദനം അറിയിച്ചു. മലപ്പുറം പരപ്പനങ്ങാടി പാലത്തിങ്കൽ പ്രദേശത്ത് കണ്ടെത്തിയ പക്ഷിപ്പനി നിയന്ത്രണ വിധേയമായതായി മൃഗസംരക്ഷണ വകുപ്പ്. എന്നാൽ അടുത്ത 3 മാസത്തേക്ക് നിയന്ത്രണവും നിരീക്ഷണവുമുള്ളതിനാൽ ജനങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ഗവൺമെന്റ് അറിയിച്ചു. കഴിഞ്ഞ 2 ദിവസങ്ങളായി തുടങ്ങിയ ശുചീകരണ പ്രവർത്തനങ്ങൾ വൈകിട്ടോടെ പൂർത്തിയാകും. സംസ്ഥാനത്ത് അടുത്ത 2 വർഷത്തേക്ക് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കില്ലെന്ന് KSEB വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനെ അറിയിച്ചു. സംസ്ഥാനത്ത് അടുത്ത 2 വർഷത്തേക്കുള്ള വൈദ്യുതി താരിഫ് നിശ്ചയിക്കുന്നത് സംബന്ധിച്ച് കമ്മീഷൻ പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായം തേടിയപ്പോഴാണ് കമ്മീഷൻ നിലപാട് വ്യക്തമാക്കിയത്. ഈ സാഹചര്യത്തിൽ 2022 മാർച്ച് വരെ സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് കൂടില്ല. നിലവിലുള്ള താരിഫ് 2 വർഷത്തേക്ക് കൂടി തുടരുന്നത് സംബന്ധിച്ച് പൊതുജനങ്ങൾക്കുള്ള അഭിപ്രായം കമ്മീഷനെ ഈ മാസം 27 വരെ അറിയിക്കാവുന്നതാണ്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാത്രി 8 മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ആരോഗ്യ പ്രവർത്തകർക്ക് പ്രധാനമന്ത്രിയുടെ അഭിനന്ദനം. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 151ആയി. രോഗവ്യാപനം തടയാൻ കർശന നിർദ്ദേശങ്ങളുമായി കേന്ദ്രം. CBSE പരീക്ഷകൾ മാറ്റി. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് മാറ്റമില്ല.
തുടർച്ചയായി രണ്ടാം ദിവസവും കേരളത്തിൽ കോവിഡ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതീവ ജാഗ്രത തുടരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മതപരമായ ചടങ്ങുകളിൽ ആൾക്കൂട്ടം ഒഴിവാക്കണം. നിർഭയ കേസിൽ 4 കുറ്റവാളികളുടെ വധശിക്ഷ നടപ്പാക്കേണ്ടത് നാളെ പുലർച്ചെ 5:30-ന്. അവസാന നിയമപോരാട്ടവുമായി പ്രതികൾ. ഇന്ത്യൻ വ്യോമസേനയ്ക്കായി 83 തേജസ് യുദ്ധവിമാനങ്ങൾ HAL നിർമ്മിക്കും. കേന്ദ്ര പ്രതിരോധ സംഭരണ കൌൺസിൽ അനുമതി നൽകി. മധ്യപ്രദേശിൽ രാഷ്ട്രീയ പ്രതിസന്ധി തുടരുന്നു. വിശ്വാസ വോട്ട് തേടുന്ന കാര്യത്തിൽ സുപ്രീം കോടതിയിൽ ഇന്നും വാദം തുടരും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ദൂരദർശൻ വാർത്തകൾക്കായി dd.malayalam.org എന്ന വെബ്സൈറ്റും ട്വിറ്റർ ഹാൻഡിൽ, യൂട്യൂബ്, ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ എന്നീ പ്ലാറ്റ്ഫോമുകളും സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക് കാണാം. ഏവർക്കും ശുഭദിനം നേരുന്നു. നമസ്കാരം.